അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തത ആർക്കും വന്നിട്ടില്ല. ആ കാറ് പൂർണ്ണമായും, അതായത് കാറ് ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് ആ കാറ് ഉന്തി തള്ളി കൊണ്ടുവന്ന് അവിടെ ഇട്ടിപ്പോൾ അത് വീണ്ടും ചവിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും മറച്ചിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പാപ്പാന്മാരും അതോടൊപ്പം ടാസ്ക് ഫോഴ്സ് ആളുകളും അല്ലാതെ മറ്റു ആർക്കും അങ്ങനത്തെ കളിക്കാൻ പറ്റില്ല. അവരും പോലും വളരെ വലിയ ഒരു 150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഒക്കെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ അതിലൊക്കെ പൂർണ്ണമായും അതൊരു ഭയങ്കര വൈകുന്നേരമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കാര്യത്തിൽ വെച്ചു ഭയങ്കര ആശങ്ക ഇവിടെ നിന്ന് ഇത് കാണുമ്പോഴുണ്ട്. കാരണം തൊട്ട് സമീപത്തൊക്കെ വീടുകളും അതിൻ്റെ മതിലുകളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് സ്ഥിതിഗതികൾ രൂക്ഷമാവും. ഏകദേശം 9:30 മണിക്കൂർ വൈൽഡ് സ്വഭാവത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിനകത്താണ് ഈ പാപ്പാനെയും അതോടൊപ്പം തന്നെ മറ്റൊരാളെയും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയത്. എന്നിട്ടും അതിന്റെ കയ്യിൽ